ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാനിന്ന് വന്നിരിക്കുന്നത് നമ്മൾ ഡ്രസ്സിലൊക്കെ ഡൈ ചെയ്തെടുക്കുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഓഗസ്റ്റ് 15-ന് വേണ്ടിയിട്ടുള്ള ഒരു ഫ്രോക്കിൻ്റെ ഓർഡർ ഉണ്ടായിരുന്നു. അതിപ്പോൾ ഡൈ ചെയ്താണ് ഞാനിവിടെ എടുക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് കൂടി ഷെയർ ചെയ്യാമെന്ന് കരുതി. ഇങ്ങനെ ഡൈ ചെയ്തെടുക്കുകയാണെങ്കിൽ ഇതുപോലത്തെ നമുക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്രോക്കുകൾ സ്റ്റിച്ച് ചെയ്യാൻ കഴിയും. ഇതാ ഞാൻ മെറ്റീരിയൽ ഇവിടെ ഡൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് വരുന്നത് ഡൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. എങ്ങനെയാണ് ഡൈ ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ഡൈ ചെയ്യാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് വൈറ്റ് മെറ്റീരിയലാണ്. വൈറ്റ് നെറ്റിൻ്റെ മെറ്റീരിയലാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്ക് എത്രത്തോളം ആവശ്യമുണ്ടോ അത് ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. സ്കർട്ട് പാർട്ടിനുള്ള മെറ്റീരിയലാണ് ഞാനിവിടെ കട്ട് ചെയ്തെടുക്കുന്നത്. അത് നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം 3 കളറിലാണ് വേണ്ടത്. അപ്പം നമുക്ക് കറക്റ്റായിട്ട് ഇതുപോലെ അളവുകൾ അടയാളപ്പെടുത്തി കൊടുക്കാം. കറക്റ്റിന് അളവുകൾ എല്ലായിടും അടയാളപ്പെടുത്തി കൊടുക്കുക. ഒരേ അളവിൽ തന്നെ വരാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ അളവുകളെല്ലാം അടയാളപ്പെടുത്തി കൊടുക്കുന്നത്. ഇതുപോലെ അളവുകളെല്ലാം അടയാളപ്പെടുത്തി കൊടുത്തതിന് ശേഷം നമ്മൾ ഇതുപോലെ എന്തെങ്കിലും ഒന്ന് എടുത്തിട്ട് ഇതുപോലെ കെട്ടി വയ്ക്കുക. ഇതുപോലെ ഒരു സൈഡ് നമ്മൾ ഒന്നളന്ന ഭാഗം ഇതുപോലെ നന്നായിട്ട് വലിച്ചു മുറുക്കി കെട്ടി വയ്ക്കുക. ഇതുപോലെ ടൈറ്റായിട്ട് വലിച്ചു മുറുക്കി കെട്ടുക. 2 സൈഡും ഇതുപോലെ തന്നെ നമുക്ക് ടൈറ്റായിട്ട് വലിച്ചു മുറുക്കി കെട്ടി വയ്ക്കാം. എന്നാലേ നമുക്കിത് 3 കളറിലായിട്ട് ഡൈ ചെയ്തെടുക്കാൻ കഴിയുള്ളൂ. ഇതുപോലെ കറക്റ്റായിട്ട് ഒരു സൈഡ് കെട്ടി അത് എന്നിട്ട് അടുത്ത സൈഡ് നമുക്കിതുപോലെ തന്നെ കെട്ടിക്കൊടുക്കാം. 2 സൈഡും കെട്ടിയിട്ടുണ്ട്. നമുക്കിനി അടുത്തത് ഡൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. മെറ്റീരിയൽ എല്ലാം കെട്ടി വെച്ചിട്ടുണ്ട്. നമുക്കിനി ഡൈ ചെയ്യാനുള്ള ബാക്കി മെറ്റീരിയലും കാര്യങ്ങളൊക്കെ എടുക്കാം. അതിനായിട്ട് ഞാനിവിടെ 2 ബക്കറ്റ് എടുത്തിട്ടുണ്ട്. 2 ബക്കറ്റിൽ ഒരു ബക്കറ്റിൽ സാദാ വെള്ളവും അടുത്ത ബക്കറ്റിൽ നല്ല തിളച്ച വെള്ളവുമാണ് എടുത്തിരിക്കുന്നത്. ആ തിളച്ച വെള്ളം എടുത്തിരിക്കുന്ന ബക്കറ്റിലേക്ക് ഞാൻ 2 സ്പൂണ് വിനാഗിരി ഒഴിക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. നന്നായിട്ട് ഇളക്കുക. നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഞാനിവിടെ മീഷോയിൽ നിന്നാണ് കളർ വാങ്ങിച്ചിരിക്കുന്നത്. ഖദമിൻ്റെ കളറാണ് വാങ്ങിച്ചിരിക്കുന്നത്. ഇതാണ് പാക്കറ്റിൽ വരുന്നത്. നമുക്കത് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ കട്ട് ചെയ്തിട്ട് നമുക്ക് ആ ചൂടുവെള്ളത്തിലേക്ക് ഇതുപോലെ ഞാൻ കുറച്ചേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. ഇവിടെ ഒരുപാട് കളറ് എനിക്ക് ആവശ്യമില്ല. അതുകൊണ്ട് കുറച്ചിട്ട് കൊടുത്തിട്ട് ഇതുപോലെ കലക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. കുറച്ച് മെറ്റീരിയലാണ് ഞാനിവിടെ ചെയ്യുന്നത്. അതുകൊണ്ട് കുറച്ച് കളർ ഇട്ട് കൊടുത്ത് ആദ്യം ഓറഞ്ച് കളറാണ് ഇവിടെ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഓറഞ്ച് കളർ ഇട്ട് കൊടുത്ത് നന്നായിട്ട് കലക്കുക. അതിനുശേഷം നമുക്ക് ഈ മെറ്റീരിയൽ ഇതുപോലെ ആദ്യം ഒരു സൈഡ് മാത്രം നമുക്ക് ആ കെട്ടി വെച്ചിരിക്കുന്നതിൻ്റെ താഴ്ഭാഗത്തേക്ക് ഉള്ള സൈഡ് മാത്രം നമുക്കിതുപോലെ പച്ചവെള്ളത്തിലൊന്ന് മുക്കി കൊടുക്കുക. പച്ചവെള്ളത്തിൽ ഇതുപോലെ നന്നായിട്ടൊന്ന് മുക്കി കൊടുത്ത് ഫുള്ള് നനച്ചെടുക്കുക. നമ്മൾ ആ കെട്ടിക്കൊടുത്തിരിക്കുന്ന ഭാഗം മാത്രമാണ് നമ്മൾക്കിപ്പം കെട്ടിക്കൊടുത്തതിൻ്റെ താഴ്ഭാഗത്തേക്കാണ് നമ്മളിതുപോലെ നനച്ച് കൊടുത്തേക്കുന്നത്. എന്നിട്ട് നമുക്ക് ഇനി ഈ കളറിലേക്ക് വെച്ച് കൊടുക്കാം. ഇതുപോലെ കളറിലേക്ക് മുക്കിക്കൊടുത്ത് ആ കെട്ടിൻ്റെ അവിടം വരെ നമ്മളതുപോലെ മുക്കിക്കൊടുക്കുക. മുക്കിക്കൊടുത്ത് നമ്മളൊരു 10-15 മിനിറ്റോളം ഇതുപോലെ പിടിച്ചുകൊണ്ടിരിക്കണം. ഇതിപ്പം 3 കളേഴ്സ് ആയതുകൊണ്ടാണ് നമ്മൾ 2 സൈഡിലും 2 കളേഴ്സ് വീതം കൊടുക്കേണ്ട കൊണ്ട് നമുക്കിതുപോലെ പിടിച്ചുകൊണ്ട് നിൽക്കേണ്ടി വരും കുറച്ച് നേരം. അല്ലെങ്കിൽ നമുക്കതിലേക്ക് മുക്കിയിട്ട് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ ഇത് ഞാൻ 10 മിനിറ്റ് ഇതുപോലെ പിടിച്ചുകൊണ്ട് നിൽക്കട്ടെ. അതിനുശേഷം നമുക്ക് ആ ഖദമിൻ്റെ കളറിൻ്റെ കൂടെ തന്നെ ഒരു സൊല്യൂഷൻ കിട്ടും. ആ സൊല്യൂഷൻ നമുക്കൊരു പച്ചവെള്ളത്തിലേക്ക് കലക്കി കൊടുക്കണം. പച്ചവെള്ളത്തിലേക്ക് കലക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ഡൈ ചെയ്ത് വെച്ചിരിക്കുന്ന മെറ്റീരിയൽ നമുക്കിതിലേക്കും ഒരു 10-15 മിനിറ്റോളം ചെയ്യണം. ഞാനിതിൻ്റെ പകുതിയാണ് ഇവിടെ ഒഴിച്ചു കൊടുക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു സൈഡ് മാത്രമാണ് ഇപ്പോൾ ചെയ്യുന്നത്. അടുത്ത സൈഡ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് വേണം. അതുകൊണ്ട് ഇതിൻ്റെ പകുതി ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുകയാണ്. ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് മുക്കി വയ്ക്കണം. അത് 10 മിനിറ്റ് ഇതുപോലെ അതിൽ നിന്ന് എടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് മുക്കി വയ്ക്കാം. ഇതിലേക്ക് മുക്കി വയ്ക്കുക. അപ്പോൾ കുറച്ച് കളറൊക്കെ പോവും. അത് സാരമില്ല. പക്ഷേ മെറ്റീരിയലിൽ ഉള്ള കളറ് പോവില്ല. നമുക്ക് നല്ല പെർഫെക്റ്റായിട്ട് കിട്ടും. ഇതിൽ മുക്കുമ്പോഴത്തേക്ക് കുറച്ച് കളറ് അതിലേക്ക് ഇളകിപ്പോവും. ഇതുപോലെ ഇതിൽ നമുക്ക് ഇതുപോലെ 10 മിനിറ്റ് പിടിക്കാം. 10-15 മിനിറ്റോളമൊക്കെ നമുക്കിതുപോലെ മുക്കി പിടിച്ചുകൊണ്ടിരിക്കണം. അതിനുശേഷം നമുക്ക് ഗ്രീൻ കളറും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഗ്രീൻ കളറ് ചൂടുവെള്ളത്തിലേക്ക് വിനാഗിരി ഒഴിച്ചതിന് ശേഷം ഇതുപോലെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് മറ്റേ മെറ്റീരിയലിൻ്റെ മറു സൈഡ് താഴത്തെ വശം നമുക്കിതിലേക്ക് മുക്കി കൊടുക്കണം. നേരത്തെ ആ ഓറഞ്ച് കളർ നമ്മൾ ചെയ്ത പോലെ തന്നെ 15 മിനിറ്റ് അതിൽ മുക്കി വയ്ക്കുക. അതിന് ശേഷം നമ്മൾ പച്ചവെള്ളത്തിൽ വീണ്ടും മറ്റേ ലോഷൻ ആഡ് ചെയ്ത് കൊടുത്തിട്ട് അതിലും ഒരു 15 മിനിറ്റ് മുക്കി വയ്ക്കുക.
ഇത്രയേ ഉള്ളൂ ഡൈ ചെയ്യാനായിട്ട്. കുറച്ച് നേരം നമ്മൾ ഇതുപോലെ 3 കളർ ചെയ്യുന്നതുകൊണ്ടാണ് ഇത്രയും സമയം, അല്ലെങ്കിൽ നമുക്ക് മുക്കി വെച്ചാൽ മാത്രം മതി. അതിനുശേഷം ഒരുപാട് വെയിൽ കൊള്ളാത്ത രീതിയിൽ നന്നായിട്ടൊന്ന് ഉണക്കിയെടുക്കുക. അപ്പോൾ ഇതുപോലെ കറക്റ്റായിട്ട് കിട്ടും. ഇത്രയേ ഉള്ളൂ എൻ്റെ ഈ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.